പാകിസ്ഥാനിൽ ഒരു വൻ സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നു. പാകിസ്ഥാനിലെ പഷ്തൂണുകൾ, ബലൂച്ചുകൾ, സിന്ധികൾ, കശ്മീരികൾ എന്നിവരുടെ സ്വാതന്ത്ര്യ സമരമാണ് ഇപ്പോൾ ആരംഭിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് പശ്ചിമ ബംഗാളിലെ പഞ്ചാബികളുടെ ഭരണത്തിൽ നിന്ന് തങ്ങളുടെ പ്രവിശ്യകളെ മോചിപ്പിക്കാൻ തീരുമാനിച്ചാണ് ഇപ്പോൾ പഷ്തൂൺ, ബലൂച്ച്, സിന്ധ്, ആസാദ് കശ്മീർ, അതായത് പാക് അധിനിവേശ കശ്മീർ എന്നിവിടങ്ങളിലെ നേതാക്കൾ ഒരു യോഗം വിളിച്ചു ചേർത്തത്. പഞ്ചാബികളുടെ സൈന്യത്തെ ഗറില്ല യുദ്ധത്തിലൂടെ പരാജയപ്പെടുത്തി പാകിസ്ഥാന്റെ പിടിയിൽ നിന്ന് സ്വതന്ത്രരാകാൻ ഈ എല്ലാ സമുദായങ്ങളും ഒടുവിൽ തീരുമാനിച്ചതായി POK നേതാവായിട്ടുള്ള അംജദ് അയൂബ് മിർസയാണ് പറഞ്ഞത്. ആ സർവേ പാകിസ്ഥാൻ സർക്കാരിനെ ശക്തമായി വിമർശിക്കുകയും ഒടുവിൽ ഗറില്ല യുദ്ധത്തിലൂടെ ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഇനി നമ്മൾ ഗറില്ല യുദ്ധം നടത്താൻ പോകുന്നു. റഷ്യ, അമേരിക്ക തുടങ്ങിയ ശക്തമായ രാജ്യങ്ങൾക്ക് പോലും നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് മിർസ മാധ്യമപ്രവർത്തകരോടാണ് പറഞ്ഞത്. പോരാത്തതിന് നമ്മുടെ കൗമാരക്കാരെയും യുവാക്കളെയും മദ്രസകളുടെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജനറൽ സിയ ഉൾ ഹക്കിന്റെ ഭരണകാലത്ത് ഖൈബർ പഖ്തൂൺഖ്വയിൽ 97 മദ്രസകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവയുടെ എണ്ണം 10,000-ലധികമായി വർദ്ധിച്ചു. അവയിൽ മിക്കതിനും 1-2 ക്ലാസ് മുറികളുണ്ട്. അവിടെ എത്രമാത്രം വിദ്യാഭ്യാസം നൽകപ്പെടുന്നുണ്ടെന്നൊരു വിവരവുമില്ല. പക്ഷേ അവ തീവ്രവാദത്തെക്കുറിച്ചുള്ള വിദ്യാഭ്യാസമായി മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ മലനിരകളിലെ വലിയ പാറക്കെട്ടുകൾക്ക് പിന്നിലാണെന്നും ഈ സ്വതന്ത്ര സമര സേനാളികൾ പാകിസ്ഥാൻ സൈന്യത്തെ ശക്തമായി നേരിടുകയാണെന്നും ഈ നേതാവ് പറഞ്ഞു. സിയ ഉൾ ഹക്കിന്റെ ഭരണകാലത്ത് മദ്രസകൾ സ്ഥാപിക്കപ്പെട്ടു. ആധുനിക വിദ്യാഭ്യാസമല്ല അവിടെ നൽകുന്നത്, മതവിദ്യാഭ്യാസം മാത്രമാണ് നൽകുന്നത്. തീവ്രവാദം പ്രചരിപ്പിക്കാൻ പരിശീലനം നൽകുകയാണെന്നും ഇപ്പോൾ ഈ നേതാക്കൾ പറയുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.